ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഈ കട്ടിൻ്റെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അവൻ രാവിലെ ഇന്നലെ രാത്രി കുറച്ച് ഛർദ്ദിച്ചായിരുന്നു. അവൻ തിന്ന് എന്തോ പറഞ്ഞാൽ കഴിച്ച ചിക്കനായിട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. കുറച്ച് കൂടുതൽ കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ ഇന്നത് ശരിയായി. ഞാൻ കുറച്ച് ഒരു ലൈറ്റായിട്ടൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അങ്ങനെ ഛർദ്ദിക്കാറുള്ള ആണ്ടിലും കൊല്ലത്തിലും വയറിന് പിടിച്ചില്ലെങ്കിൽ അപ്പോൾ ഇതെന്തിനാ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് ഇരിക്കണം എന്നറിയാമോ മോൻ? ചേച്ചി ഇന്നലെ വന്നപ്പോൾ അവന് ടോയ്സൊക്കെ മേടിച്ചോണ്ടു. ഇവിടെയും കിട്ടും കേട്ടോ. എന്നാലും അവനെ കൊണ്ടുവരാതെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു മനസ്സ് വിഷമം പോലെ കേട്ടോ. അതുകൊണ്ട് തരാം മമ്മി, അവിടെ ഇരുന്നോ, അവിടെ ഇരിക്കുക തരാം. അവിടെ ഇരിക്കുക, ആരാമായിട്ടിരിക്കുക, ശാന്തിയായിട്ടിരിക്കുക. മമ്മി തരാട്ടാ. അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് വേണ്ടോ. ഇത് ഇങ്ങനത്തെയൊക്കെ ഇവിടെ കിട്ടും, പക്ഷേ റബ്ബർ പോലത്തെ കേട്ടോ. അവന് നേരത്തെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവൾ ഒന്ന് മേടിച്ചോണ്ട് വന്നു. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നില്ല. ഇവിടെ ഈ ഇന്ത്യയിലും കിട്ടും കേട്ടോ. ബാങ്കോക്കിലും തായ്ലൻഡിലൊന്നും അല്ല. കൊച്ചു ബാങ്കോക്ക്, തായ്ലൻഡ്, അവിടെ നിന്ന് വേറെ അടുത്തൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ ഒന്നും കൊണ്ട് വരാതിരുന്നാൽ ഇവൻ ഓടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഓടി വന്ന് 2:30 കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്ത് അവളടുത്ത് തന്നെയിരുന്നു. അവളെ ചുണ്ടിൽ ഉമ്മം കൊടുക്കലായിരുന്നു കേട്ടോ. ദേ കണ്ടോ, ഇതാരാണ് പൊന്നോ? ഇതാരാണ് പൊന്നോ? ഇതാരാണ്? ഇത് മോനെ പോലത്തെ ഒരു പെറ്റ്, ഒരു ബേബി, മോനെ പോലത്തെ ബേബി. മോനെ പോലത്തെ ബേബി. ഇത് ഇത് മമ്മിയുടെ ബേബിയാണോ? കണ്ടോ, ഇനി അതിലാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കൊച്ച്. ഡ്രസ്സ് മേടിച്ചെങ്കിലും ഇവൻ്റെ തലയിൽ വലുതായിട്ടുള്ളത്, വലിയ ഹോളുള്ളത് വേണം കേട്ടോ. എപ്പോഴും ടീഷർട്ട് മേടിക്കുമ്പോൾ നമ്മുടെയൊക്കെ തല പോലെ അല്ലല്ലോ, വലുതല്ലേ. അപ്പോൾ ആ അളവിന് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സേ മേടിച്ചോളൂ. ഇനിയും പോവുമല്ലോ എപ്പോഴെപ്പോഴും മീറ്റിങ്ങിനൊക്കെ. അവൾ ലോകം മൊത്തം കറങ്ങുന്നതാണ് കേട്ടോ, എല്ലായിടത്തും. അപ്പോൾ അവൾ പറഞ്ഞു ഇനി കിട്ടുമ്പോൾ മേടിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ മേടിച്ചുകൊണ്ട് വന്നോളൂ. ഇല്ലേ, ഇവിടെ നിന്ന് മേടിക്കാം മമ്മി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ്റെ തലയിലേക്ക് കയറിയില്ലെങ്കിൽ അതും പാടാണ്. എന്നാലും കൊച്ചു ഒരെണ്ണം മേടിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ലേ ഞാൻ അടുത്ത പ്രാവശ്യം ഇനി മീറ്റിങ്ങൊക്കെ വരുമ്പോൾ പോകുമ്പോൾ മേടിക്കാം എന്ന് പറഞ്ഞു. അതും കടിച്ച് കിടക്കുന്നതാണ്. ഇതാരുടെ ഡ്രസ്സാണ് ചേച്ചി മേടിച്ചത്? സ്കൂബൂൻ്റെ ആണോ ഡ്രസ്സ്? അച്ചോ, ഇത് സ്കൂബൂൻ്റെ ആണോ ഡ്രസ്സ്? ഇത് സ്കൂബൂൻ്റെ ഡ്രസ്സാണോ? ഡ്രസ്സിലൊന്നും വലിയ ഇതില്ല. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൈയൊക്കെ എടുത്ത് പൊക്കി തരും ഇടാനും ഒക്കെ. അതിനി അതിലാണ്. ഇത് കണ്ടോ, കോളറുള്ളത് അവൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. കോളറൊന്നല്ല, ഗഞ്ചി പോലെ തന്നെ കോളർ ടൈപ്പ്, അതായത് കൈയില്ലാത്തത്. ഞാൻ പറഞ്ഞു അവൾക്കറിയാമല്ലോ, ഗഞ്ചി ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ടീഷർട്ടിൻ്റെ മോഡലില്ലായിരുന്നു. അപ്പോൾ അവൾ തൽക്കാലം ഇങ്ങനത്തെ മേടിച്ചോണ്ട് വന്ന കോളർ, കഴുത്ത് വലുത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈ ടൈപ്പ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഇതൊന്ന് നോക്കട്ടെ, വെറുതെ വേണ്ടാത്ത മേടിച്ചോണ്ട് വന്നാൽ അത് പിന്നെ വേസ്റ്റ് ആവൂലേ. ഇതാരുടെയാണ്? ഇത് പൊന്നിൻ്റെ ആണോ? എവിടെ പോയോ? ഇനി ഇത് വെച്ചുള്ള കളിയായിരിക്കും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ. ഇനി അതാരെ കൊണ്ട് തൊടാൻ സമ്മതിക്കൂല. ഇനി ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോവും, ആ എക്സൈറ്റ്മെൻറ്റ് പോവും. പിന്നെ അതവിടെ ഇട്ടിട്ട് പോവും. കാരണം ഇവിടെയും അതുപോലത്തെ കിട്ടും കേട്ടോ. എന്നാലും അവൾ ഒന്ന് കൊച്ച് ഓടി വരുമല്ലോ. വരുമ്പോൾ അവളടുത്ത് ഓടി വരും കേട്ടോ. അവളും ഓടി വരും, ഉമ്മം കൊടുക്കലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവളൊന്ന് പിള്ള ഓടി വരുമല്ലോ, കുഞ്ഞു ഓടി വരുമല്ലോ, കൊച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചതാട്ടോ. പ്രത്യേകിച്ച് ഇവന് നീളമുണ്ട് കേട്ടോ. നല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല. ഇവനെ നേരിട്ട് കണ്ടാൽ ഇവന് വണ്ണമുണ്ട്, നീളമുണ്ട്. പക്ഷെ നീളം ഉള്ളതുകൊണ്ട് ആ വണ്ണം അറിയുന്നില്ല കേട്ടോ. വണ്ണം അറിയുന്നില്ല. അപ്പോൾ നീളം ഉള്ളതുകൊണ്ട് ഇവന് അതിന് പറ്റിയത്, ഇവൻ്റെ തലയും വലുതായിട്ടുള്ള ഗഞ്ചിയൊക്കെ മേടിക്കണം. അതിന് പറ്റിയ ഗഞ്ചി വേണം മേടിക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് അവൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. കണ്ടോ, ഇത് ആര് കൊണ്ടുവന്നു? ചേച്ചി കൊണ്ടുവന്നാണ് ആ പൊന്നു. ഇത് ഒന്ന് പറഞ്ഞേ, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞേ എൻ്റെ ചേച്ചി കൊണ്ടുവന്നാണെന്ന് പറ.
എൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണോ? എൻ്റെ എൻ്റെ പൊന്നിന് എൻ്റെ ചേച്ചി എല്ലാം മേടിച്ച് തരാറുണ്ട് അല്ലേ? പെറ്റ് കടയിൽ നിന്നും മേടിച്ച് തരാറുണ്ട്, ഇവിടെ നിന്നും മേടിച്ച് തരാറുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് വരുമ്പോൾ പഴയ ഗഞ്ചിയൊക്കെ മാറ്റി അവന് കുറേ ഗഞ്ചികൾ ഇവിടെ കിട്ടും കേട്ടോ, പെറ്റ് കടയിലൊക്കെ കിട്ടും ഇത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യില്ലാത്ത കുറേ ടീഷർട്ട് കിടക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇട്ട് കൊടുക്കും കേട്ടോ, ഇവന് പാകമായിട്ടുള്ളത്. നോക്കും ഇനി ഇത് വായിന്ന് അനക്കൂല ഇവൻ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടൊക്കെ എനിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ചേച്ചി വന്ന സന്തോഷത്തിൽ. ചേച്ചി ഇന്നുണ്ട്, നാളെ പിന്നെയും പോവും. നാളെ ഇനി ഓഫീസിലേക്ക് പോകും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഓഫീസ് പിന്നെ അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. എല്ലായിടത്തും പോയിട്ട് വരും. എല്ലായിടത്തും പോയിട്ട് ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വന്നു, പിന്നെ ഡൽഹിക്കായി, പിന്നെ അവിടെ നിന്ന് ബാങ്കോക്ക്, പിന്നെ അവിടെ നിന്ന് തായ്ലൻഡിലാണ് ബാങ്കോക്ക്, പിന്നെ അവിടെ നിന്ന് വേറെ അടുത്ത് പോയി. അവിടുത്തെ മീറ്റിംഗ് ഇവൻ്റൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് വന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ, ഇവൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇവൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.